ഹലോ ഗീസ്, അപ്പം ഞാനിവിടെ ഉലുവ പിഴിഞ്ഞതാണ് ഉണ്ടാക്കുന്നത്. ഓരോ ഭാഗത്തേക്ക് ഓരോ പേരാണ് ഇത് പറയുന്നത്. മെയിനായിട്ടും ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരാണ് കേട്ടോ അത് കുടിക്കുക, അല്ലാത്തവർക്കും കുടിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിൽ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വേവിച്ച് സെറ്റാക്കി എടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം ഇതിലിപ്പോൾ ഉലുവ അങ്ങനെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞിട്ടൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് നമ്മളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അത് രണ്ടാം പാലും മൂന്നാം പാലിന് എടുത്തിട്ടില്ല, ഒറ്റ പാലിന് എടുത്തിട്ട് നന്നായിട്ട് തന്നെ വെള്ളമൊന്നും അധികം ഇല്ലാണ്ട് നല്ല പാലെടുത്തിട്ട് ഇതാക്കി കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഉലുവ തണുപ്പാണല്ലോ, അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉലുവയും തേങ്ങാപ്പാലും ഇത് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവർക്ക് മാത്രമൊന്നല്ല കേട്ടോ, അല്ലാത്തവർക്കും കുടിക്കുക. അപ്പോൾ നമുക്കൊന്ന് ശരീരമൊക്കെ ഒന്ന് കൂളായിരിക്കാൻ നല്ലതാണ്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്